ഹലോ ഫ്രണ്ട്സ്, പൈത്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഡബിൾ കോളൻ വെച്ചിട്ട്, അതായത് നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ സ്ലൈസ് ചെയ്യാണ്. അതിന് ഉപയോഗിക്കുന്ന നമുക്ക് പൈത്തണിലുള്ള ഡബിൾ കോളൻ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്ലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, പാലിൻഡ്രോം എന്ന് പറഞ്ഞത്. അതായത് ഒരു സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇട്ടാലും ആ സ്ട്രിങ് തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പാലിൻഡ്രോം എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ മലയാളം തിരിച്ചിട്ടാലും മലയാളം എന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് വളരെ ഒന്നോ രണ്ടോ ലൈൻ വെച്ച് നമുക്ക് ഈ പൈത്തണിനകത്ത് ചെയ്യാൻ പറ്റും, ഈ സ്ലൈസിങ്ങിനുള്ള ഡബിൾ കോളം വെച്ച്. ഇത് സ്ട്രിങ്ങിൽ മാത്രമല്ല, കളക്ഷൻ ടൈപ്പിലെ ആയിട്ടുള്ള ലിസ്റ്റിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്കിത് ഒരു സ്ട്രിങ്ങിൽ നമുക്കിത് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമ്മളൊരു സ്ട്രിങ് തയ്യാറാക്കുക. അപ്പോൾ ഞാൻ txt1 എന്ന് പറയുന്നു, ഈക്വൽസ് ഞാനിവിടെ മലയാളം എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ എക്സാമ്പിൾ കാണിക്കും. ഇവിടെ നമുക്ക് txt1 കോളൻ, ഇതിനകത്ത് നമുക്കൊരു കോളൻ ഉണ്ട്, അത് നമ്മൾക്ക് സ്റ്റാർട്ട്, അടുത്ത കോളൻ സ്റ്റോപ്പ്, അത് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റെപ്പ് എന്ന് പറയും. അതായത് എത്ര വെച്ച് കൂടണം കുറയണം. ഇപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് 2 എന്ന് പറയുന്നു, അതായത് 2 സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എത്ര വരെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് 4 വരെ പോകണം. ഇവിടെ സ്റ്റെപ്പ് നമുക്ക് 1 പറയാം. നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് എന്ന് കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0-1 സെക്കൻഡ് പൊസിഷൻ, ഇത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ. സോ ആണ്. കഴിഞ്ഞിട്ട് നമ്മൾ 4 എന്നാണ് വരയ്ക്കുന്നത്. അപ്പൊ 1 2 3 4. അപ്പോൾ നമുക്ക് എല്ലും നമുക്ക് അത് 2 എണ്ണമാണ് അത് കഴിഞ്ഞ് പൊസിഷൻ കഴിഞ്ഞിട്ടുള്ളത് കിട്ടി. അപ്പൊ നമുക്ക് 3 4 പൊസിഷനിലുള്ളത് നമുക്ക് ആണ്, അത് കിട്ടി. നമുക്ക് 1 വെച്ചാണ് നമുക്കിവിടെ കൂടിയത്. ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുക്കുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോ 4 എന്ന് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കൊടുക്കുവാണെങ്കിൽ, വേറെ സ്റ്റാർട്ടും സ്റ്റോപ്പ് ഇല്ല സ്റ്റെപ്പും ഇല്ല കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ 4th പൊസിഷൻ ഇങ്ങോട്ടുള്ളത് കിട്ടും, YALAM. അപ്പൊ നമുക്കിവിടെ കാണാം 0 1 2 3 4 5 6, അതാണ് YALAM എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു txt1 എടുത്തു. നമുക്ക് പാലിൻഡ്രോം ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ txt2 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് txt1 റിവേഴ്സ് ചെയ്യണം. അപ്പോൾ txt1 ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പും വേണ്ട, സ്റ്റെപ്പ് -1 എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ആയിക്കോളും. ഇപ്പൊ നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് txt2 ഒന്ന് പ്രിന്റ് ചെയ്യാം. txt2 പ്രിന്റ് ചെയ്താലും നമുക്ക് മലയാളം എന്നേ കിട്ടത്തുള്ളൂ, കാരണം തിരിച്ചിട്ടാലും അത് തന്നെയാണ്. അതേസമയം ഞാൻ ഇവിടുന്ന് ഈ വാക്കൊന്ന് മാറ്റി മലയ എന്നാക്കി. ഇപ്പൊ നമുക്ക് കാണാൻ വ്യത്യാസം കണ്ട. ഇപ്പൊ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ആയലാം എന്നാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, പാലിൻഡ്രോം ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് txt1 ഈക്വൽ txt2 ആണെങ്കിൽ പ്രിന്റ് txt1 is a palindrome. ഇത്ര എളുപ്പമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എൽസ് പ്രിന്റ് txt1 is not a palindrome. സോ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ മലയ എന്നുള്ളത് പാലിൻഡ്രോം അല്ല, പക്ഷെ നമുക്കൊന്ന് പൂർത്തിയാക്കാം. YALAM മലയാളം എന്ന് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എന്താ മലയാളം ഈസ് എ പാലിൻഡ്രോം. സോ ഈ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡബിൾ കോളം വെച്ചൊരു -1 കൊടുത്ത് ഞാൻ റിവേഴ്സ് സ്ട്രിങ് റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഈ ഡബിൾ കോളൻ സ്ലൈസിങ് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് വളരെ 1-2 ലൈനിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇതിനുകൊണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മൾ -1 ആണ് കൊടുത്തത്.
ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പാന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റെപ്പ് 2 എന്ന് കൊടുക്കുക. ഇനിയിപ്പോ വളരെ രസമായി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4, 6 അങ്ങനെ സെലക്ട് ചെയ്ത ക്യാരക്ടർ ആയിരിക്കും ഇവിടെ എടുക്കുക. ഇവിടെ പ്രിന്റ് ചെയ്തില്ല, പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് txt2 ഒന്ന് പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിത് നോക്കിക്കോണം. എം കഴിഞ്ഞിട്ട് MAL ആണ് വന്നത്. എ അവിടെ നിന്ന് ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ സ്റ്റെപ്പ് 2 ആണ്, 2 സ്റ്റെപ്പ് വെച്ചാണ് ഇത് ജമ്പ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് എൽ വന്നു. അടുത്തത് AY, LA കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ Y ആണ് സെലക്ട്. L കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് Y സെലക്ട് ചെയ്ത് 2 എണ്ണം കഴിഞ്ഞിട്ട്, അതിനുശേഷം അടുത്ത 2 എണ്ണം കഴിഞ്ഞിട്ട് ഉള്ളത് L ആണ്, അത് സെലക്ട് ചെയ്ത് അതിനുശേഷം അടുത്ത കഴിഞ്ഞിട്ടുള്ളത് M ആണ് സെലക്ട് ചെയ്ത്. ഇപ്പൊ ഇവിടെ നമുക്ക് 3 ആക്കി കഴിഞ്ഞാൽ 3 വെച്ചായിരിക്കും ജമ്പ് ചെയ്യുന്നത്. 3 വെച്ചുള്ള സെലക്ട് ചെയ്യുന്നത്. അപ്പൊ M കഴിഞ്ഞിട്ടുള്ള 3 എണ്ണം കഴിഞ്ഞിട്ടുള്ളത് EA ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് EL ആ വരുന്നത്. പിന്നെ സെലക്ട് ചെയ്യാൻ അടുത്ത ഒരു അക്ഷരം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു 1 എന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാം MAL 1 എന്ന് വരും. കണ്ടോ, MAL 1 എന്ന് ഇത് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡബിൾ കോളൻ സ്ലൈസിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.